Hello friends. One second. എന്തോ സ്റ്റക്കായി തോന്നുന്നു. ഹായ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളത് നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ LGSന്റെ മിഷൻ 90 KPSM മെത്തേഡ്, അതായത് കിരൺ PSC സ്റ്റഡി മെത്തേഡിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീക്ക് 1 നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീക്ക് 2 ചെയ്യാൻ പോകുന്നത്. കുറച്ച് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു, നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, സോറി. നമുക്ക് ഇനി വരുന്ന ആഴ്ചയിൽ നമുക്ക് കുറെ വീഡിയോസ് എന്ത് ചെയ്യാം, അതിൽ അപ്ലോഡ് ചെയ്യാം. ഇതേ പ്ലേലിസ്റ്റിൽ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോ @കിരൺ PSC സ്റ്റഡി സർക്കിൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. എങ്കിൽ നമുക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് കടക്കാം. ഒരു PSC എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഹാർഡ് വർക്ക്, അത് നിങ്ങൾ തന്നെ ചെയ്യണം, വേറെ ആരും ഒന്നും ചെയ്യാനുണ്ടാവില്ല. രണ്ടാമത്തെ സ്മാർട്ട് വർക്ക്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലക്ക്, ഏത് സ്റ്റേജിലാണ് നിങ്ങൾ പെടുന്നത്, എത്ര ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്യുന്നു എന്നെല്ലാം അനുസരിച്ചൊന്നുണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇതൊരു KPSM മെത്തേഡാണ്. അതായത് കിരൺ, എന്റെ പേര് കിരൺ ആയതുകൊണ്ട് കിരൺ PSC സ്റ്റഡി മെത്തേഡാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ നമ്മൾ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് സ്റ്റഡി ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കാൻ പറയില്ല. സിലബസിന്റെ എല്ലാ ഭാഗവും പഠിക്കാൻ വേണ്ടി പറയില്ല. സിലബസ് എല്ലാം പഠിച്ചതിന് ശേഷം മാർക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു മെത്തേഡിന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് പഠിക്കാൻ വേണ്ടി പറയാ. അതിൽ തന്നെ ഏത് ഡീറ്റെയിൽ ആയി പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതാണ് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടത്. കറണ്ട് അഫയേഴ്സ് നമ്മൾ സിലബസ് മാത്രമേ പഠിക്കുള്ളൂ, എന്നിട്ട് നമ്മൾ 18 മാർക്ക് എന്ത് ചെയ്യും, സ്കോർ ചെയ്യും. ഇതാണ് നമ്മുടെ മെത്തേഡ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഇത് സിലബസ് ആണ്. ഈ സിലബസ് വളരെ വലുതാണ്. ഓക്കെ, അപ്പൊ LGS എക്സാമിന് സിലബസ് പറഞ്ഞത് മാത്രമേ വരുന്നില്ല. പിന്നെന്താ, സിലബസിൽ ഇപ്പൊ 5 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താ, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതെല്ലാം ബന്ധപ്പെട്ട് 5 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അത് 5 മാർക്ക് വരും നമുക്ക് പറയാൻ പറ്റില്ല, കൂടാം കുറയാം. കേരള ഹിസ്റ്ററി 5 മാർക്ക് ആയിരിക്കും, കൂടാം കുറയാം. ഓക്കെ, പക്ഷെ എല്ലാ സബ്ജക്റ്റും എന്താ അങ്ങനെയല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ചില സബ്ജക്ട് എന്തായിരിക്കും കൃത്യമായി പറഞ്ഞ മാർക്ക് വരും, കൃത്യമായി പറഞ്ഞ കാര്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആദ്യം സബ്ജക്റ്റ് 2ആയി തിരിക്കാൻ പോവുകയാണ്. ഓക്കെ, ആ ഒന്നാമത്തെ സബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹോട്ട് ടോപ്പിക്സ് മാത്രമേ പഠിക്കുകയുള്ളൂ. രണ്ടാമത്തെ സബ്ജക്ട് എന്താ, മൊത്തമായിട്ട് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ സിലബസിൽ കൊടുത്തിട്ടുള്ള 3 ഭാഗങ്ങളും ഹോട്ട് ടോപ്പിക്സ് മാത്രം എന്താണ് പഠിക്കേണ്ടതാണ്. എവിടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്, ഇന്ത്യൻ ഹിസ്റ്ററി, അതേപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിക്കേണ്ട സിലബസ് ആണ്. ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട സിലബസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ടോപ്പിക്കിനെ 2ആയി ഡിവൈഡ് ചെയ്യും. ഒന്ന് ലോങ്, ഒന്ന് ഷോർട്ട്. അതായത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരം എന്നൊരു ഭാഗമുണ്ട്, അത് വളരെ വലുതാണ്. അത് നമുക്കൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നമ്മൾ കുറച്ചുകൂടി LDC ലെവലിലാണ് ചെയ്യുന്നത്, കാരണം നമുക്ക് അത്രയും കുറച്ച് പഠിക്കാനുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ലെവലിൽ നമ്മൾ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? സോ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് മുഴുവൻ ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ആ പ്ലേലിസ്റ്റിൽ വീഡിയോസ് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ ഒരു സോറി. ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡൺ അല്ലേ? അപ്പോ ഷോർട്ട് ടോപ്പിക്സ് കൂടാതെ കറണ്ട് അഫയേഴ്സ്, മുൻകാല ചോദ്യങ്ങളെല്ലാം എന്തുണ്ടാവും, ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടാവുന്നതായിരിക്കും. വീക്ക്ലി ടൈം ടേബിൾ എന്ത് ചെയ്യും, ഉണ്ടാവുന്നതായിരിക്കും. ഓരോ ആഴ്ച എത്ര മാർക്ക് നേടി എന്ത് ചെയ്യും, അറിയാൻ കഴിയുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ്. ഒന്ന് ജീവശാസ്ത്രം 5 മാർക്ക്, ഭൗതികശാസ്ത്രം രസതന്ത്രം 5 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പൊതുജനാരോഗ്യം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം എന്നിവ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയി പഠിക്കുക. സാർ ഇനി പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇത് എങ്ങനെ രണ്ട് സ്ട്രാറ്റജി ഒന്നും ഇല്ല മക്കളെ. ഒറ്റ സ്ട്രാറ്റജിയേ ഉള്ളൂ, സമാധാനത്തിൽ പഠിക്കുക. ഇനി ഷോർട്ട് ടോപ്പിക് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. പിന്നെ ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഷോർട്ട് ടോപ്പിക് ആണെങ്കിൽ എന്താണോ കുറച്ച് പറഞ്ഞിരിക്കുന്നത് ആ കുറച്ച് പഠിച്ചാൽ മതി. അതിൽ ഇനി പോയിട്ട് 50ാമത്തെ ഒരു പോയിന്റ് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം, എവിടെയും കിട്ടാത്ത ഒരു പോയിന്റ് വേണം, അങ്ങനെ ഒന്നും നോക്കാൻ നിൽക്കണ്ട. ലോങ് ടോപ്പിക്സ് ആണ്, നിങ്ങൾ എന്ത് ചെയ്തോളൂ, എവിടെയും കിട്ടാത്ത പോയിന്റ് വേണം, വേറെ എന്താണ് ആക്ച്വലി എവിടെയും ഇല്ലാത്ത എക്സാം കണ്ടന്റ് വേണം, അതൊക്കെ നോക്കിക്കോളൂ. ഓക്കെ, അപ്പൊ ലോങ്ങിലാണ് അതെല്ലാം ചെയ്യേണ്ടത്. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക് ഉണ്ട്. ഈ 20 മാർക്കിനെ നമ്മൾ 18-2 എന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് 18 മാർക്ക് സിലബസ് എന്നായിരിക്കും, 2 മാർക്ക് എന്തായിരിക്കും,
ന്യൂസ് എന്നായിരിക്കും. ഈ 2 മാർക്കിന് വേണ്ടി ലോകത്തുള്ള എല്ലാ കാര്യവും പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം 18 കിട്ടട്ടെ എന്നിട്ട് എന്ത് ചെയ്യാം, 2ലേക്ക് പോകാവുന്നതാണ്. മൊത്തമുള്ള 20 കറണ്ട് അഫയേഴ്സിനെ സിലബസ് ബേസ്ഡ് ന്യൂസ് ബേസ്ഡ് തിരിക്കാൻ പറ്റും. 18 ക്വസ്റ്റ്യൻ സിലബസ് ബേസ്ഡ് ആയിരിക്കും. നമ്മൾ അതിലാണ് എന്ത് ചെയ്യുക, പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതാണ് വീക്ക് 1 ടൈം ടേബിൾ ഉണ്ടായിരുന്നത്. ഓക്കെ, 1929 ലാഹോർ സമ്മേളനം, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, പഴശ്ശിരാജയെ കുറിച്യ കലാപവും, മൗലിക കടമ, 1857 വിപ്ലവം, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഇത്രയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതിൽ ലോങ് ആയി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ടോപ്പിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതേതാണ്, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ബാക്കി എല്ലാം ഷോർട്ട് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, കറണ്ട് അഫയർ ഉണ്ടായിരുന്നത് സംസ്ഥാന മന്ത്രിമാർ. സാർ ഇപ്പൊ ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ട്, സമ്മതിച്ചു. ഈ ഇലക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഒന്നുകൂടി പഠിക്കുന്നതായിരിക്കും, രണ്ടും കൂടി കമ്പയർ ചെയ്യുന്നതായിരിക്കും. കാരണം PSC എങ്ങനെ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. പഴയ മന്ത്രിമാരും പുതിയ മന്ത്രിമാരോട് കമ്പയർ ചെയ്ത് ചോദിക്കാം. അതുകൊണ്ടാണ് സംസ്ഥാന മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ, നോബൽ പ്രൈസ് 2021 തൊട്ട് 2025 വരെ, തണ്ണീർത്തട ദിനം 2024 2026, പരിസ്ഥിതി ദിനം 2021 2026. ഓക്കെ, എങ്കിൽ മാത്സ് ആൻഡ് റീസണിംഗ് പഠിക്കാൻ പറ്റുണ്ടായിരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സമയവും ദൂരവും അതേപോലെ വയസ്സുമായി ബന്ധപ്പെട്ട കണക്കുകൾ, ഇത്രയും കാര്യങ്ങളായിരുന്നു മാത്സ് ആൻഡ് റീസണിംഗ് പഠിക്കാൻ പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞില്ലേ, ഒരാഴ്ച കഴിഞ്ഞെങ്കിൽ ഇനി എന്ത് പറ്റി എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് അറിയണമല്ലോ. നമ്മൾ എന്താ ചെയ്തത് നമുക്കൊന്ന് അറിയണ്ടേ. അത് അറിയാൻ വേണ്ടിയിട്ട് വീക്ക് 1 ശേഷം നമ്മുടെ കയ്യിൽ GK 7 മാർക്കാണ് ഉള്ളത്. ഇനി മൊത്തം 60 മാർക്കാണ് GK ഉള്ളത്. സാർ 80 മാർക്കാണ്, അതിൽ 20 കറണ്ട് അഫയർ അല്ലേ. അപ്പൊ 60 മാർക്ക് GK ഉണ്ട്. നമുക്ക് 53 മാർക്കും ബാക്കിയുണ്ട്. വീക്ക് 1 ശേഷം കറണ്ട് അഫയർ കൺഫേം ആയ 4 മാർക്ക് ഉണ്ട്. എന്താണ് സാർ കൺഫേം ആയ 4 മാർക്കുകൾ? ഒന്ന് സംസ്ഥാന മന്ത്രിമാർ, ഷുവർ ഷോട്ട് ആണ്. കേന്ദ്രമന്ത്രിമാർ, നോബൽ പ്രൈസ്, പരിസ്ഥിതി ദിനം, ഇതാണ് കൺഫേം ആയ കറണ്ട് അഫയർ. സാർ ബാക്കിയുള്ള 16 മാർക്കിന് നമ്മൾ തണ്ണീർത്തട ദിനം പഠിച്ചിട്ടില്ലേ, അങ്ങനെ സിലബസ് ഓരോന്ന് പഠിക്കും. അതിൽ ഏത് വരും നമുക്ക് അറിയില്ല. അപ്പൊ കൺഫേം ആയിട്ട് 4 മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്. എങ്കിൽ വീക്ക് 1 കഴിഞ്ഞതിന് ശേഷം ഗണിത റീസണിങ്ങിൽ 2 മാർക്ക് ഉണ്ടെങ്കിൽ എത്രയാ, 18 മാർക്കാണ് ബാക്കിയുള്ളത്. ഇനി നിങ്ങൾ തന്നെ പറ, വീക്ക് 1 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട്? 7, 7 4 11, 11 2 എത്രയാ, 13. നമ്മുടെ അടുത്ത് 13 മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഈ 13 മാർക്കിനെ നിലനിർത്തുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്താ വെച്ച് കഴിഞ്ഞാൽ, 2 ദിവസം നമ്മൾ റിവിഷൻ ചെയ്യും. റിവിഷൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് PSCക്ക് എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും ചെയ്യുന്ന കാര്യം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് റിവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ബുക്ക് എടുത്തിട്ട് അതിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ റിവൈസ് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. നമുക്ക് വേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഈ 13 മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഈ 13 മാർക്ക് എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് വീക്ക് 2 2 ദിവസം എന്താ, ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഒരു ദിവസം കണക്കിന് റീസണിങ്ങിന് മാറ്റിവെക്കണം. അപ്പൊ എത്ര ദിവസം പോയി? 3 ദിവസം പോയി. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആകെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ലസാഗു, ഉസാഗ, ശ്രേണികൾ, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രേണികളിൽ മാക്സിമം PYQ ചെയ്യുക, അതൊന്നും എന്ത് ചെയ്യുന്നതായിരിക്കും, സ്ട്രൈക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ബാക്കി ദിവസം താഴെ പറയുന്നവ പഠിക്കുക. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും ഷോർട്ട് ആയിട്ടാണ് പഠിക്കേണ്ടത്. ഏത് ജീവകം, എന്ത് അപര്യാപ്ത രോഗം, അതല്ലാതെ കൂടുതലായിട്ട് ഒന്നും എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. സാമൂഹ്യ വനവൽക്കരണം ഷോർട്ട് ആയിട്ടാണ് പഠിക്കേണ്ടത്. നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്, അത് ഇന്ത്യ ആവുമ്പോ ലോങ് ആയിട്ട് വേണം. കേരളം ആവുമ്പോൾ ഷോർട്ട് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു 6-7 ദേശീയ ഉദ്യാനവും വന്യജീവി സങ്കേതവും ജൈവമണ്ഡല സംരക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ടാവുള്ളൂ. ബയോസ്ഫിയർ റിസർവ് ഇവിടെ ഒന്നേ ഉള്ളൂ. നീലഗിരി റിസർവിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ബാക്കിയൊന്നും ഡീറ്റെയിൽ ആയി പഠിക്കാനില്ല. അയിരുകളും ധാതുക്കളും ഇന്ത്യയിലെയും കേരളത്തിലെയും ഉണ്ട്, ഷോർട്ട് ആണ്, 1 മാർക്കാണ്. ഓക്കെ, ശബ്ദവും പ്രകാശവും ലോങ് ആയിട്ട് പഠിക്കാണ്ട് 2 മാർക്കാണ്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ലോങ് ആയിട്ട് പഠിക്കാനുള്ള എത്ര ടോപ്പിക് ഉണ്ട്? 2 നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, പിന്നെന്താ, ശബ്ദവും പ്രകാശവും. ബാക്കി എല്ലാം എന്താണ്, ഷോർട്ട് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ എത്ര മാർക്ക് കിട്ടും? 1 2 3 4 5 6 7 7 മാർക്ക് അവിടെയായി. പ്ലസ് ഇവിടെ എത്രയുണ്ട് ആക്ച്വലി? 2 മാർക്ക്. 7 2 9 മാർക്കിനാണ് ഈ ആഴ്ച നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടില്ല. കറണ്ട് അഫയറിൽ വിഴിഞ്ഞം പോർട്ട്, ISRO സ്പേസ് മിഷൻസ് 2023 തൊട്ട് 2026 വരെ, ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് UPSC ചെയർമാൻ, CAG, എന്താ നമ്മുടെ
എന്തിന്റെ ചെയർമാനാണ്? വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ മെൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. വുമണും വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ ഏതാ സാറേ ഷുവർ ഷോട്ട് ആയിട്ടുള്ളത്? ISRO സ്പേസ് മിഷൻ ഷുവർ ഷോട്ട് ആണ്. ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷുവർ ഷോട്ട് ആണ്. ഓൾറെഡി എത്ര കറണ്ട് അഫയർ നിങ്ങളുടെ കയ്യിലുണ്ട്? 4. അതിന്റെ കൂടെ ഷുവർ ഷോട്ട് എത്ര കറണ്ട് അഫയർ കിട്ടും? 6. ഓക്കെ, അപ്പൊ 2 മാർക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ മൊത്തം എത്ര മാർക്കാണ് പഠിക്കാൻ പോകുന്നത്? ഇവിടെ 7, ഇവിടെ 2, ഇവിടെ 2. അപ്പൊ 7 2 9, 2 11. 11 മാർക്കിനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര മാർക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ വീക്കില് 13, ഇപ്പൊ 11. രണ്ടും കൂടി എത്ര മാർക്കാവും? 24 മാർക്കാവും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാർ ഇങ്ങനെയൊക്കെയാണ് എക്സാമിന് വരിക? ഇങ്ങനെ തന്നെയാണ് എക്സാമിന് വരിക. എന്ത് ചെയ്യുക? ട്രസ്റ്റ് ചെയ്യുക, നന്നായിട്ട് പറഞ്ഞ പോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ @കിരൺ PSC സ്റ്റഡി സർക്കിൾ, സ്മാർട്ട് ആയിട്ട് പഠിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരു നെക്സ്റ്റ് വീക്കിൽ അനാലിസിസുമായിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.